കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ 3 വർഷം മുമ്പാണ്, 3-3.5 വർഷം മുമ്പ്. അങ്ങനെ അത് സെറ്റായി. അതിന് ശേഷമാണ് ഈ വണ്ടി വരുന്നത്. ഇപ്പോൾ ഏകദേശം 2-2.25 വർഷമായി. 3 വർഷമായ ആ റിലേഷൻ ഇട്ടേച്ച് വീട്ടുകാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അത് എന്തെങ്കിലും ആകട്ടെ, അവരുടെ ഇഷ്ടം. ഐ റെസ്പെക്ട് ഹെർ ഡിസിഷൻ. ഞാൻ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടു. പിന്നെ ഇട്ടേച്ച് പോയി. ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ ഹേർട്ട് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഒരു ടൈം കഴിയുമ്പോൾ മനസ്സിലാക്കി നിൽക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അന്ന് എനിക്ക് ഞാൻ എടുത്ത വണ്ടിയാണ്. ഇന്ന് അവൾ പോയി, പക്ഷെ ഇന്ന് എൻ്റെ കൂടെ വണ്ടിയുണ്ട്. ഞാൻ ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിന് 10-100 രൂപ കൊടുത്തിട്ട് ഒരു ഡയറി മിൽക്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേ പൈസക്ക് ഒരു 10-50 രൂപേൻ്റെ സ്റ്റിക്കർ നമ്മുടെ ഡ്യൂക്കിൽ നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റിക്കർ നമ്മുടെ കൂടെ വണ്ടിയിൽ ഇട്ടാവും. പക്ഷെ പെണ്ണുണ്ടാവും എന്നൊരു ഉറപ്പുമില്ല. സോ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അല്ലാതെ വണ്ടി ഞാൻ ഇപ്പം തന്നെ എല്ലാവരും കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ആയിട്ടുണ്ടാകും കൊടുക്കല്. സോ ആ ഒരു മൈൻഡ് തന്നെയാണ് എനിക്കും വരുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് പുതിയ വർക്കുകളൊക്കെ വണ്ടിയിൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തായാലും വരും. വേണമെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചാണ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ഈ വണ്ടിയിൽ ഇത്ര ഫേമസ് ആക്കി, എന്നെ ഫേമസ് ആക്കിയത്. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് വേണമെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ആ വണ്ടി എടുക്കാൻ പറ്റും. കൂളായിട്ട് Gen 3 250. അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ ക്യൂട്ടല്ല, ഒരു അഗ്രസീവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ബ്ലാക്കിൻ്റെ എക്സോസ്റ്റ് വർക്ക് വീഡിയോ ഇനി ഉടനെ വരുന്നതായിരിക്കും. മാക്സിമം ഇപ്പോൾ രാത്രിയായി. ഇനി ജിമ്മിൽ പോകേണ്ട ചെറിയ പ്ലാൻസ് ഒക്കെ ഉണ്ട്. സോ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബാക്കി കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അറിയിക്കും. നമ്മുടെ വണ്ടിയിൽ ചെയ്യാത്ത വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TFT ഡിസ്പ്ലേ മാത്രമാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്യാത്തില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ABS ഫെയിൽ ആകാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. ലുക്കിന് വേണ്ടി ഇത്രയും പവറുള്ള വണ്ടികളാണ് തെറിച്ച് പോകും. ലുക്കിന് വേണ്ടി ബ്രേക്കിൻ്റെ ഇതൊന്നും കുറച്ച് ജീവൻ പണയം വെക്കേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്നില്ലായിരിക്കും ബാക്കി കാര്യങ്ങൾ. അതുപോലെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫ്രീ ആയിട്ട് കാണുന്നത്. സോ എന്തായാലും കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.